ഇപ്പം ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് പെണ്ണിൻ്റെ വീട്ടിലേക്കാണ്. അപ്പം നമ്മൾ തലേ ദിവസം തന്നെ പെണ്ണിനെ കൂട്ടിക്കൊണ്ടുവരാമെന്ന് വിചാരിച്ചു. നാളെ കല്യാണം. അപ്പോൾ ഇന്ന് മുന്നേക്കാണ് ഏറ്റവും വലിയ ട്രോൾ കിട്ടിയിരിക്കണമെന്ന് തോന്നണല്ലേ. ഒരു ലെൻസ്, ഒരു പച്ച കളർ ലെൻസ് ഇട്ടതാണോ ഞാൻ ചെയ്തത്? തെറ്റ് ഞാൻ മാറ്റി വന്നപ്പോ തന്നെ പറയാണ് കേടെ മാറ്റിക്കണം, പോയി വെള്ളം കലക്കി കൊടുന്നടോ. അപ്പൊ ഞാൻ ആലോചിക്ക് പഠിച്ചോനെ, ഞാൻ വെള്ളം കലക്കിട്ട് വേണം പരിപാടി. ഇതെന്താ ഇവള് മാത്രം വേറെ നീലടിച്ചിക്കണേ? കൃഷ്ണന് വേഷം കിട്ടിയ പോലെ ഉണ്ടല്ലോ. ഓ, ഞങ്ങളെ കടത്തി വെട്ടാൻ വേണ്ടിട്ട് 5 രൂപ. നീ നല്ല വണ്ടികളൊക്കെ ഉണ്ടായിട്ട് നോക്കിയേ, പുറത്തുനിന്ന് ഏതോ കച്ചറ വണ്ടി എടുത്തോണ്ടെന്നൊക്കെ തന്നെയല്ലേ. അവിടെ എത്ര നല്ല സൈക്കിൾ ഉണ്ടായിരുന്ന കുട്ടിയാണ്. ഇവിടെ നോക്കൊരു ചീഞ്ഞ സൈക്കിൾ എവിടെ നോക്കിട്ടിരിക്കണം. പക്ഷെ അവൻ ഏറ്റവും വലിയ ഹാപ്പി ഇതിലാണ് അല്ലേ. ഇന്നത്തെ വീഡിയോന്റെ ഉദ്ദേശം എന്താണ്? ആ, അവളോട് ഞാൻ മെസ്സേജ് അയച്ചിക്കണേ. ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ളത് കല്യാണ തലേന്നത്തെ വിശേഷങ്ങളായിട്ടാണ് കേട്ടോ. അപ്പോൾ ഇപ്പം ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് പെണ്ണിൻ്റെ വീട്ടിലേക്കാണ്. അപ്പോൾ നിക്കാഹ് കഴിഞ്ഞതാണല്ലോ 2 ആഴ്ച മുമ്പ്. അപ്പോൾ നമ്മൾ തലേ ദിവസം തന്നെ പെണ്ണിനെ കൂട്ടിക്കൊണ്ടുവരാമെന്ന് വിചാരിച്ചു. നാളെ കല്യാണം. അപ്പോൾ ഇന്ന് കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ചെമ്മാട് പോവാണ്. ചെമ്മാടല്ലേ ആശിക്ക്? അപ്പോൾ ഞങ്ങൾ കൂടെ ഉള്ളത് ഞങ്ങളുടെ സ്വന്തം ആഷികാണ് കേട്ടോ. ആഷിക്കിന് തിരിയാൻ പറ്റുമോ? ആ, അതാ ആഷിക്കിൻ്റെ കണ്ണ് പഴുത്ത് ചീഞ്ഞടിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് ആഷിക്ക് കണ്ണട ആഷിക്ക് പറഞ്ഞ ആഷിക്കിനെ കുറിച്ചിട്ടൊന്ന് പൊക്കി പറഞ്ഞ എന്താ പറയുള്ളത്? മുന്നേ പൊക്കി പറയോ? ആഷിക്ക് ഞങ്ങളുടെ കണ്ണിൽ ഉണ്ണിയാണ്, കണ്ണിൽ ഉണ്ടപ്പൊരിയാണ്. നല്ല ചിക്കനാണ്. ആർക്കെങ്കിലും മോളെ കൊടുക്കണമെങ്കിൽ കമ്മിറ്റഡ് ആണ്. നല്ല പയ്യനാട്ടോ ആഷിക്കാണ്. നമ്മളെ ഷെമീമിന്റെ പ്രപ്പോസലൊക്കെ സെറ്റ് ആക്കി കൊടുത്തിട്ടുള്ളത്. ആ, അതെ, നമ്മളെ ഷബ വന്നിട്ടുണ്ട് കേട്ടോ. അടിച്ചെടുത്ത് ഞാനില്ലേ ഷബനെ കാണിച്ചു കൊടുക്ക്. ഷബ വീഡിയോ എടുത്തോണ്ടിരിക്കുക. കുറച്ച് പരിപാടി ഉണ്ട്. എന്താ അറിയോ, ഈ വീട്ടിലെത്തിയാല് ഓക്കെ സ്റ്റേജ് സെറ്റ് ചെയ്യണം. അങ്ങനെ ആൾക്കാരില്ലേ ഇവന്റ് മാനേജ്മെന്റ്? ആരെ കുഞ്ഞിപ്പാക്കെ സ്റ്റേജ് സെറ്റ് ചെയ്യണം. കുഞ്ഞിപ്പാക്ക് ഇവന്റ് മാനേജ്മെന്റ് ആണല്ലോ. ലഡു ഉണ്ട്, ജിലാഫി ഉണ്ട്. ലഡു പെണ്ണ് നാളെ വയറൊന്ന് താഴ്ന്നു നിന്നോട്ടെ. ലഡു ഇട്ടുള്ള മുന്നേനൊന്ന് ശരിക്കും നോക്കിയേ. മുന്നേനെ കണ്ണൊന്ന് കാണിച്ചു കൊടുത്തേ. സൂപ്പർ ചെയ്യണല്ലേ, സുന്ദരി ചെയ്യണേ. നമ്മളെ കാണണ്ടേ. ആ, ആകെ ഉള്ളൊരു ഇളച്ചനാണ് മുന്നക്ക്. എനിക്ക് 2 എണ്ണം ഉണ്ട്. സനനൊന്ന് കാണിച്ചു കൊടുത്തേ. സനന്റെ ലെൻസ് ഒന്ന് കാണിക്കട്ടെ. അടികുമ്പ് കുറച്ചോനെ. പിന്നെ ഇത് ഷോൺ ബേബിന്റെ ഡ്രസ്സൊക്കെ നമ്മൾ നല്ലപോലെ നിന്നിട്ട് കാണിച്ചു തരാം കേട്ടോ. അവിടെ അപ്പൂസ് ഉണ്ട്, ഇവിടെ ഫെല്ല ബേബി ഉണ്ട്. ഇന്നാണ് വേണ്ടേ? നാളെയാണ്. ഓംലേറ്റും ചായ ഒന്നും കൂടെ നല്ലപോലെ കാണിക്കാം. എന്താണോ ചിരി? കുട്ടി ഉറങ്ങി. ഞങ്ങള്
പുറപ്പെടുമ്പോൾ വീഡിയോ എടുക്കണം, ഒരുങ്ങുന്ന സമയത്ത് വീഡിയോ എടുക്കണം എന്നൊക്കെ വിചാരിച്ചതാണ് കേട്ടോ. പക്ഷെ ഞങ്ങളെ വീട്ടിലത്തെ ചോറ ആണുങ്ങളുണ്ടല്ലോ, ഞങ്ങൾ മേക്കപ്പ് ചെയ്യുമ്പോൾ കളിയാക്കി മുന്നക്കാണ് ഏറ്റവും വലിയ ട്രോൾ കിട്ടിയിരിക്കണെന്ന് തോന്നണല്ലേ. ഒരു ലെൻസ്, ഒരു പച്ച കളർ ലെൻസ് ഇട്ടതാണോ ഞാൻ ചെയ്തത്? തെറ്റായിരുന്നു. പച്ചയാണ് ഇപ്പൊ അറിയണത് എന്താ പൂച്ചയെന്ന്. ഞാൻ പറയട്ടെ, ഞാൻ മാറ്റി വന്നപ്പോ തന്നെ ഇല്ലേ, ഞാൻ മാറ്റി വന്നപ്പോ തന്നെ പറയാണ് കേടെ മാറ്റിക്കണം, പോയി വെള്ളം കലക്കി കൊടുന്നടോ. പഠിച്ചോനെ ഞാൻ വെള്ളം കലക്കിട്ട് പരിപാടി. ഇപ്പൊ എന്താണെന്നറിയോ, നമ്മളെ വീട്ടിലെ പരിപാടിക്ക് നമ്മളിങ്ങനെ അടുക്കളയിൽ കിടന്നിങ്ങനെ വരകണം, സെന്ററിൽ പോയി എന്നെ ആർമാദിക്കണോ പെണ്ണുങ്ങളുടെ. ഇപ്പോഴത്തെ കാലത്തൊക്കെ കാറ്ററിങ്ങും ഇതൊക്കെ ഉണ്ടാവുമ്പോഴേ നമ്മളിങ്ങനെ ഒരുങ്ങി ഇങ്ങനെ കെട്ടി ചമഞ്ഞ് നടക്കുക, ബാക്കിയുള്ളതൊക്കെ അവര് നോക്കിക്കോളൂല്ലേ. വീട്ടിലെല്ലാം ഷെഫിയും സാധനം ബാബുവും പിന്നെ ആരടി എല്ലാം കൂടെ ഇവിടെ വന്നിട്ട് ഷമീമ നമ്മളൊപ്പം നിക്കണേ, കാരണം അവന്റെ കല്യാണമായി പോയില്ലേ. പക്ഷെ ഷമീമ ഞങ്ങള് സപ്പോർട്ട് ചെയ്യുന്നു കേട്ടോ. എത്ര സമയം കാണിക്കുന്നുണ്ട് ആഷിക? അരമണിക്കൂറൊക്കെ ഉണ്ട്. കുട്ടികളൊക്കെ ഉറങ്ങിട്ടോ. അപ്പൂസ് ഉറങ്ങിയാ? ഇവിടെ ഉറങ്ങി. ഇത് രണ്ടും ഒരുപോലെ ഉണ്ടല്ലോടി കാണാൻ. ഇവിടേക്കൊക്കെ ഇടക്ക് അപ്പൂസിന്റെ പോലെ തോന്നുന്നു. അപ്പൂസ് ഇവളൊക്കെ നല്ല ഒരുപോലെ ഉണ്ട്. ഇനി അവിടെ എത്തിയിട്ട് മണവാട്ടിനെ കാണിച്ചു കേട്ടോ. നിക്കാഹിൻ്റെ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നിക്കാഹ് പെണ്ണിൻ്റെ വീട്ടിൽ വെച്ചിട്ടായിരുന്നു. നമ്മളെ വീട്ടുകാരെല്ലാവരും കൂടെ അങ്ങോട്ട് പോവുകയാണ് ചെയ്തത്. നമ്മളെ വീട്ടിൽ അന്ന് പ്രത്യേകിച്ച് ഒരു ഫംഗ്ഷനും ഉണ്ടായിരുന്നില്ല. അന്ന് തന്നെ ഞാൻ പറഞ്ഞിരുന്നു കല്യാണമാണ് നമ്മുടെ വീട്ടിലേന്ന്. അപ്പോൾ പെണ്ണിൻ്റെ വീട്ടുകാരെല്ലാവരും കൂടെ ഇങ്ങോട്ട് വരുന്ന ഒരു പരിപാടി ആയിരിക്കും അന്ന്. ഞങ്ങൾ വിചാരിച്ചു അന്നേ ദിവസം കല്യാണത്തിൻ്റെ ദിവസം പെണ്ണിനെ കൂട്ടിക്കൊണ്ടുവരുമ്പോൾ അത് നമുക്ക് മൊത്തത്തിൽ ക്ലാഷ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ കുറച്ചുകൂടെ ബെറ്റർ തലേന്ന് പോയി കൂട്ടിക്കൊണ്ടുവരുന്നതായിരിക്കുമല്ലോ. നമ്മൾ നിക്കാഹ് കഴിഞ്ഞതാണല്ലോ. അപ്പോൾ പിന്നെ നമുക്ക് നമ്മുടെ വീട്ടിലെ കുട്ടി തന്നെ ആയില്ല അവൾ. അപ്പോൾ അവളെ കൂട്ടിക്കൊണ്ടുവരൊക്കെ തലേ ദിവസം കൊണ്ടുവരാണെന്നുണ്ടെങ്കിൽ തലേ ദിവസത്തെ കല്യാണത്തിനും നമ്മുടെ മണവാട്ടിക്ക് കൂടുകയും ചെയ്യാം. പിന്നെ പിറ്റേ ദിവസം ചെക്കനും പെണ്ണും കൂടെ സ്റ്റേജിൽ ഒരുമിച്ചുണ്ടാകുമ്പോൾ അതല്ല അതിൻ്റെ വൃത്തി. എന്നിട്ട് അവളുടെ വീട്ടുകാരൊക്കെ വന്ന് പരിപാടി കൂടുന്ന നല്ല വൃത്തി എന്നുള്ളതുകൊണ്ട് തലേ ദിവസം വിളിക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ ഞങ്ങളെല്ലാവരും കൂടെ. പല ജില്ലകളിലും പലതരത്തിലുള്ള ആചാരങ്ങളും കല്യാണത്തിന് പല ടൈപ്പ് പരിപാടികളായിരിക്കും. നമ്മൾ മലപ്പുറം ജില്ലയിൽ തന്നെ പലതരത്തിലുണ്ട്. കല്യാണമായിട്ടുണ്ട്, റിസപ്ഷനായിട്ടൊക്കെ ഉണ്ടാവും. ചില വീടുകളിൽ ചില സ്ഥലങ്ങളിലൊക്കെ 3-4 പരിപാടികളൊക്കെ ഉണ്ടായിരിക്കും. ഇപ്പം നിങ്ങൾ എൻ്റെ അനിയത്തിൻ്റെ തന്നെ കണ്ടിട്ടുണ്ടാവും. നമ്മളിതിന് പ്രത്യേകിച്ച് ഒരുപാട് പരിപാടികളൊന്നും നടത്തിയിട്ടില്ല. ഒന്നാമത് ചെറുക്കനല്ലേ, പെണ്ണിൻ്റെതാവുമ്പോൾ കുറച്ചുകൂടെ രസമാണ്. ഹൽദി അങ്ങനെ ഗുലാബി എന്നൊക്കെ പറഞ്ഞിട്ട് പല ടൈപ്പ് പരിപാടികളും ബ്രൈറ്റ് ടു ബി ഒക്കെ നടത്താൻ അങ്ങനെയുള്ളതൊന്നും ഉണ്ടായിട്ടില്ല. കല്യാണ തലേന്ന് കല്യാണ ദിവസം അത്ര തന്നെ ഉണ്ടായിരുന്നുള്ളൂ. വേറെ കൂടുതൽ ഫങ്ഷൻസ് ഒന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. പിന്നെ ഒന്നാമത് നമ്മൾ ചെറിയ പരിപാടിയായിട്ടാണ് തലേന്നത്തെ പരിപാടി നമ്മുടെ വേണ്ടപ്പെട്ടവരോട് മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ കൂടുതലായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ വിളിക്കാനും ഞാനും മുന്നേ സനയും തന്നെ പോകുന്നുള്ളൂ. മറ്റുള്ളവരൊക്കെ ഭയങ്കര ബിസിയാണ്, ആരും വന്നിട്ടില്ല. പോയപ്പോൾ തന്നെ ഞങ്ങൾ ഫുഡിനൊന്നല്ല കേട്ടോ ഇരുന്നത്, നേരെ പോയിട്ട് ഫുഡ് കഴിക്കായിരുന്നു എന്ന് വിചാരിക്കേണ്ട. ഞങ്ങൾ പോയിട്ട് അവളെ ഡ്രസ്സ് ചെയ്ത് കൊടുത്തു. പിന്നെ മേക്കപ്പ് കാര്യങ്ങളൊക്കെ. ഇന്ന് ബ്യൂട്ടീഷ്യനൊന്നും ഉണ്ടായിരുന്നില്ല. ബ്യൂട്ടീഷ്യൻ നമ്മുടെ പുഷ്പലത ചേച്ചി സന തന്നെ ആയിരുന്നു കേട്ടോ. സന കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ മേക്കപ്പ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇന്നത്തെ ദിവസം കുറച്ച് സിമ്പിളായിട്ട് തന്നെയാണ്. ഒരുപാട് പേരൊന്നും കാണാനുണ്ടാവില്ല. അപ്പോൾ ഞങ്ങൾ അത് കഴിഞ്ഞിട്ടാട്ടോ പിന്നെ ഫുഡ് കഴിക്കാതിരുന്നിട്ടുള്ളത്. പിന്നെ ആ ഒരു വീഡിയോസൊന്നും എടുത്തിട്ടില്ല. മേക്കപ്പ് ചെയ്യുന്നതോ ഡ്രസ്സ് ചെയ്യുന്ന ആ സമയത്ത് ഞങ്ങൾ ഫുള്ള് അങ്ങോട്ട് കലവില, ഫുള്ള് ബഹളമായിരുന്നു. പിന്നെ പിള്ളേരും കൂടെ ഉണ്ടാവുമ്പോൾ പറയണ്ടല്ലോ, 3 പേർക്കും ഓരോരുത്തരെന്നുള്ള രീതിയിലുണ്ടായിരുന്നു. പിന്നെ അതിന് ശേഷം ഭക്ഷണം കഴിച്ചിട്ട് ഞങ്ങൾ ഇതാ ഇറങ്ങാൻ നിൽക്കുകയാണ്. നെസ്സി എല്ലാവരോടും യാത്ര പറയാണ്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പെണ്ണ് എന്നൊക്കെ പറയുന്നുണ്ട്. അത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് പറയാം. നെസ്സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലായിക്കൊള്ളണം എന്നില്ലല്ലോ. അപ്പോൾ ഇനി അങ്ങോട്ട് നമുക്ക് നെസ്സി എന്ന് പറയാം. നെസീഹ എന്നാണ് കേട്ടോ പേര്. എല്ലാവരും വിളിക്കുന്നത് നെസി എന്നാണ്. ഇനി അങ്ങോട്ട് നമുക്ക് നെസി എന്ന് പറയാം. അപ്പോൾ ഈ നെസി ആരാന്ന് നിങ്ങൾ ചോദിക്കരുത്. എല്ലാ വീഡിയോസും കാണാത്തതുകൊണ്ടാണ്. ചിലപ്പോൾ സന ആരാ, മുന്നാരാ, നെസി ആരാ, ഷമീം ആരാന്നൊക്കെ ചിലർ ചോദിക്കുന്നുണ്ട്. പുതിയ ആൾക്കാരായിരിക്കും. പിന്നെ ചിലർ എല്ലാ വീഡിയോസും കാണുന്നുണ്ടാവില്ലല്ലോ, അവരൊക്കെ ആയിരിക്കും കേട്ടോ. ഞാൻ വിചാരിക്കുന്നുണ്ട് ഒന്നുകൂടെ വന്നിട്ട് നമ്മുടെ മണവാട്ടീനൊക്കെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നൊരു വീഡിയോ ആയിട്ടൊക്കെ വരണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ്. ഇനിയിപ്പോൾ നമ്മുടെ വീട്ടിൽ അവൾ ഉണ്ടാവുമല്ലോ, എപ്പോൾ വേണമെങ്കിലും ചെയ്യാമല്ലോ. അപ്പോൾ
ഇത് വല്ലാത്തൊരു അവസ്ഥയാണ്. സ്വന്തം വീട്ടിൽ നിന്ന് യാത്ര പറഞ്ഞ് ഇറങ്ങുന്ന ആ ഒരു ഇതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ നമ്മുടെ വീട്ടിലെല്ലാവരും വെയിറ്റ് ചെയ്യുകയാണ്, അവിടെ ചെന്നിട്ട് കാണാം കേട്ടോ. വിളിച്ചുകൊണ്ടിരിക്കുക, നിങ്ങൾക്ക് അറിയാമല്ലോ കല്യാണ ദിവസത്തെ അവസ്ഥ. നമ്മൾ ഒരുക്കിക്കൊണ്ടിരിക്കുമ്പോൾ വിളിയൊക്കെ കുറച്ച് കൂടുതലായിരിക്കും. പിന്നെ നേരം വൈകിയിട്ടുണ്ട്, എല്ലാവരും വന്ന് പെണ്ണിനെ കാണാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളിതാ വേഗം അങ്ങോട്ട് പുറപ്പെടുകയാണ്. ബാക്കി വിശേഷങ്ങളൊക്കെ നമ്മളെ വീട്ടിൽ ചെന്നിട്ട് കാണാം. മണവാട്ടി ഇറങ്ങുന്നത് കണ്ടപ്പോഴാണ് എനിക്ക് എൻ്റെ കാര്യം തന്നെ ഓർമ്മ വന്നത്. ഞാൻ കരഞ്ഞുകൊണ്ടായിരുന്നിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാൻ ഒരു വിധത്തിൽ ധൈര്യത്തിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ വല്യമ്മ വന്നിട്ട് ഓടി വന്ന് കെട്ടിപ്പിടിച്ചപ്പം പിന്നെ ഞാൻ ഭയങ്കരമായിട്ട് കരഞ്ഞു. പക്ഷെ മുന്നേ നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു കേട്ടോ. മുന്നേ കളിച്ച് ചിരിച്ചിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങളിങ്ങനെ ഈ വീഡിയോയിൽ പറയണമെന്ന് വിചാരിച്ചതായിരുന്നു, പിന്നെ മറന്നുപോയി. പക്ഷേ നെസ്സി ആണെങ്കിലും ഒരുപാട് ബഹളമൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അവൾക്ക് വിഷമം ഉണ്ടായിരുന്നു. എന്തായാലും വിഷമം ഉണ്ടാവുമല്ലോ അല്ലേ. നമ്മുടെ സ്വന്തം വീട്ടിൽ ഇത്രയും കാലം നിന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ എന്തായാലും വിഷമം ഉണ്ടായിരിക്കും. പക്ഷേ അതൊന്നും അറിയിച്ചിട്ടില്ല. ഞങ്ങൾ മാക്സിമം കളിച്ച് ചിരിച്ച് പാട്ടൊക്കെ ഇട്ട് നല്ല അടിച്ച് പൊളിച്ചിട്ടാട്ടോ വന്നിട്ടുള്ളത്. ഇനി അങ്ങോട്ടും അത് അറിയിക്കാതെ തന്നെ കൊണ്ടുപോകണം ഇൻഷാ അല്ലാ. അത് നമ്മുടെ ഉത്തരവാദിത്തമല്ലേ അല്ലേ. അപ്പോൾ അതാ ഞങ്ങൾ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. കുറേ പേര് മണവാട്ടീനെ കാണാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു. ഒരുപാട് പേരുണ്ടായിരുന്നു കേട്ടോ. പ്രതീക്ഷിച്ചതിലും കൂടുതൽ പേര് വിളിച്ചവരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ വ്യാഴാഴ്ച ദിവസമാണ് കല്യാണം, അതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊന്നും വരാൻ പറ്റില്ലല്ലോ. അപ്പോൾ കുട്ടികളൊക്കെ തലേ ദിവസം, വരാൻ പറ്റാത്തവരൊക്കെ തലേ ദിവസം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ പാട്ടൊക്കെ ആയിട്ടാണ് മണവാട്ടീനെ നമ്മൾ വരവേറ്റിട്ടുള്ളത്. പക്ഷെ പാട്ട് ഇതിൽ ഞാൻ ഇടുന്നില്ല. അടുത്ത വീഡിയോയിൽ ഒരുപാട് വിശേഷങ്ങൾ കാണിക്കാനുണ്ട്. പാട്ടും അതുപോലെ തന്നെ ആഘോഷങ്ങളും പരിപാടികളൊക്കെ അടുത്ത വീഡിയോയിലായിരിക്കും കേട്ടോ വരുന്നത്. കോപ്പിറൈറ്റിൻ്റെ ഇഷ്യൂ ഉള്ളതുകൊണ്ട് ഇതിൽ ഞാനൊന്നും ഉൾപ്പെടുത്തുന്നില്ല. പിന്നെ ഈ ഒരു ഇതൊക്കെ കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ എൻ്റെ കല്യാണ ദിവസത്തേക്ക് ഇങ്ങനെ പോയിട്ടോ, കുറേ വർഷങ്ങൾ പിറകിലോട്ട് പോയി. കാരണം എൻ്റെ നിക്കാഹ് കഴിഞ്ഞ 1.5 വർഷം കഴിഞ്ഞിട്ടായിരുന്നു കല്യാണം. അപ്പം നിക്കാഹ് കഴിഞ്ഞ അന്ന് തന്നെ ഞാൻ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, സാമുക്കാൻ്റെ വീട്ടിലേക്ക്. അന്ന് ഉമ്മ എന്നെ കൈ പിടിച്ച് കയറ്റിയൊക്കെ ചെയ്തിരുന്നു. പിന്നെ അവർ ഗൾഫിലേക്ക് പോയി കുറേ കാലം കഴിഞ്ഞിട്ടാണ് വന്നത്. അപ്പോൾ ആ ഒരു കാര്യമൊക്കെ ഇങ്ങനെ മനസ്സിലേക്ക് വന്ന് അന്ന് ഞാൻ ഇവിടെ വന്ന് ഇറങ്ങിയതും അതുപോലെ ഉമ്മ അതുപോലെ തന്നെ വന്ന് കെട്ടിപ്പിടിച്ച് എന്നെ കൈ പിടിച്ച് കയറ്റിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ മനസ്സിലേക്ക് വന്നപ്പോൾ ശരിക്കും പറഞ്ഞാൽ ദിവസങ്ങളൊക്കെ ഭയങ്കര രസകരമാണല്ലോ അല്ലേ. ഒരിക്കലും ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത മൊമെൻറ്റ്സാണ്. പിന്നെ ഒരുപാട് വിശേഷങ്ങൾ കാണിക്കാണ്ട് കേട്ടോ തലേന്നത്തെ. ഇതിൽ ഞാൻ ഉൾപ്പെടുത്തുന്നില്ല. ഇതിൽ ഉൾപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ വീഡിയോ ഒരുപാട് വലിയതായി പോവും. പിന്നെ നിങ്ങൾക്ക് ഒറ്റയടിക്ക് ഇരുന്ന് കാണാൻ അത്ര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നില്ല, ബോറിംഗ് ആയിട്ട് തോന്നും. പിന്നെ തലേന്ന് കല്യാണം എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് നടത്തുന്നവരുണ്ട്, സിമ്പിളായിട്ട് നടത്തുന്നവരുണ്ട്. നമ്മൾ ഞാൻ പറഞ്ഞില്ല വലിയതാക്കിയിട്ടൊന്നുമില്ല. പക്ഷേ ഇങ്ങനെ മധുരം കൊടുക്കൽ, അതുപോലെ തന്നെ പാട്ട്, അങ്ങനെയുള്ള കുറച്ച് ആഘോഷങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഇനി അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരുപാട് പേരുണ്ട്, അവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അല്ലാത്തവർക്ക് കിട്ടും എന്തായാലും. പിന്നെ ഇനിയിപ്പോൾ കിട്ടിയില്ലെങ്കിലും അത് സെർച്ച് ചെയ്ത് കാണുന്ന, നമ്മുടെ വീഡിയോക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരുപാട് പേരുണ്ടെന്നൊക്കെ പറഞ്ഞു കേട്ടിരുന്നു. ഒരുപാട് പേര് കമൻറ്റൊക്കെ ചെയ്യുന്നുണ്ട്. കുറേ പേര് ഇൻസ്റ്റഗ്രാമിലൊക്കെ മെസ്സേജ് അയച്ചിട്ടൊക്കെ പറയും ഇവിടെ വീഡിയോ ഞങ്ങൾ വെയിറ്റ് ചെയ്യാണ്. ചിലർ കഴിഞ്ഞ തവണ ഒരു മെസ്സേജ് കമൻറ്റ് കണ്ടിരുന്നു, ഷംലിയുടെ വീഡിയോ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്, സമാധാനമാണെന്നൊക്കെ. അപ്പം നമുക്കതൊക്കെ കാണുമ്പോൾ വീഡിയോ പെട്ടെന്ന് ഇടാൻ ഭയങ്കര താല്പര്യമായിരിക്കും. അപ്പോൾ ഇനി ഉടൻ തന്നെ ഞാൻ അടുത്ത
വീഡിയോ ഇടുക കേട്ടോ. അതിലായിരിക്കും കൂടുതൽ വിശേഷങ്ങൾ. കണ്ടില്ലേ, ഫുൾ ഡാൻസും പാട്ടും പ്രാക്ടീസും റീലെടുക്കലും പാട്ട് പാടലും എല്ലാം അടുത്ത വീഡിയോയിലായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. അവിടെ തന്നെ ഞാൻ വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ ഇൻഷാ അല്ലാ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ? മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും അസ്സലാമു അലൈക്കും ഓൾ. ബൈ. കുന്തളിപ്പ് ഉത്സാഹമ തുടങ്ങിയ പരിപാടികൾ ആരംഭിക്കുകയാണേ. പുണ്യമേ ഇംഗ്രിതക്കും ഇംഗ്രിതക്കും കൂടമുള്ള ചിരിയുള്ള കുയിലിന്റെ സ്വരമുള്ള പുതു പുതു മണവാട്ടി നിന്റെ ലങ്കി മാറിയുന്നോളെ ലങ്കി മാറിയുന്നോളെ ലങ്കി മാറിയുന്നോളെ അങ്ങനെ നോക്കട്ടെ ആണ്